ഒരു കല്യാണ യാത്ര അതിനെ എങ്ങനെയും വെറൈറ്റി ആക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പത്തനംതിട്ട വരെ ബസ് കയറിപ്പോവാൻ എനിക്ക് വലിയ യോജിപ്പില്ലായിരുന്നു. ഗൂഗിൾ മാപ്പിൽ പല ലൊക്കേഷൻസും നോക്കി അങ്ങനെ ഇരിക്കുകയാണ് വാഗമൺ ഓർമ്മയിൽ വന്നത്. പത്തനംതിട്ടയിൽ നിന്നും വാഗമണിലേക്ക് 82 കിലോമീറ്ററാണ് ദൂരം. ചുരുക്കി പറഞ്ഞ 2 മണിക്കൂർ യാത്ര. അങ്ങനെ പത്തനംതിട്ട വരെയുള്ള ബസ് യാത്രയെ ഞങ്ങൾ വാഗമൺ വരെയുള്ള ബൈക്ക് യാത്രയാക്കി മാറ്റി. ഈ യാത്ര ക്രിസ്മസ് ദിനത്തിന് അന്നായിരുന്നു. ഞങ്ങളുടെ സുഹൃത്ത് അലോക് താമസ സൗകര്യം എല്ലാം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 26-ന് അലോകിന്റെ ചേട്ടന്റെ കല്യാണം കൂടിയിട്ട് അന്ന് രാത്രി പത്തനംതിട്ട ടൗണൊക്കെ ചുറ്റി കാണാനായിരുന്നു എന്റെയും രാഹുലിന്റെയും പദ്ധതി. ബൈ ദ ബൈ കല്യാണം കോട്ടയത്ത് വെച്ചായിരുന്നു. രാവിലെ 7:30 ബസ്സും എടുക്കും. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീച്ച് റെഡിയാകണം. 27-ന് വാഗമൺ ചുറ്റിക്കറങ്ങണം എന്നൊക്കെയായിരുന്നു പ്ലാൻ. അതായത് 3 ദിവസത്തെ ഒരു അടിച്ചുപൊളി ട്രിപ്പ്. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതലൊന്നുമില്ല. എന്നാൽ എല്ലാ പ്രതീക്ഷകളും ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന രീതിയിലായിരുന്നു 23-ന് വന്ന രാഹുലിന്റെ മെസ്സേജ്. എനിക്ക് 600 രൂപ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലാം ലീവും എല്ലാം ക്യാൻസൽ ചെയ്തു. ഒരുപാട് ആലോചനക്കൊടുവിൽ ഞാൻ ആ തീരുമാനം എടുത്തു. അങ്ങനെ എല്ലാം പറഞ്ഞ് സെറ്റാക്കി ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഫ്രം ട്രിവാൻഡ്രം. നമസ്കാരം ഗൈസ്. അങ്ങനെ വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു ലോങ് യാത്ര കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 25-നാണ്. 25 ഇപ്പോൾ സമയം ഏകദേശം 5:24. ഇന്ന് നമ്മൾ ഡയറക്റ്റ് പത്തനംതിട്ട പോവുകയാണ്. പത്തനംതിട്ട കോന്നി ഇവിടെ സ്റ്റേ സെറ്റാക്കിയിട്ട് വെളുപ്പിൽ ഞങ്ങൾ വാഗമണിലോട്ട് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. എനിക്ക് കുറച്ചൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ റോഡ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പിന്നെ ഇതിലെ വരുന്നവർ എങ്ങനെയാണെന്നൊരു പിടുത്തമില്ല. പ്രത്യേകിച്ച് ഈ നമ്മളൊക്കെ എത്ര പാസ് അടിച്ച് കാണിച്ചാലും ചിലരെ കൈ അനങ്ങാത്ത രീതിയിലാണ് ഹെഡ്ലൈറ്റ് ഇട്ട് വരുന്നത്, ഹൈ ബീമിൽ ഇട്ട് വരുന്നത്. സോ അതിൻ്റെ കുറച്ച് ടെൻഷനുണ്ട്. ഞാൻ ആക്ച്വലി ഒരു ഫോഗ് ലാമ്പ് വെച്ചാലോ എന്ന് ആലോചിച്ചാണ്, പിന്നെ പൈസ കളയാൻ മടിച്ചാണ് ഞാൻ പിന്നെ ഇങ്ങനെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൽ തന്നെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൽ തന്നെ പോകാമെന്ന് കരുതി. കാരണം MVD എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, കാരണം അവർക്കും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്കറിയാം നമ്മൾ 2 മാസത്തിന് ശേഷമല്ലേ എന്താ വീണ്ടും ഒരു വീഡിയോ ഇടുന്നത്. അതെ, ലാസ്റ്റ് ഇട്ടത് വാഴവന്തോളായിരുന്നു. A few moments later. Guys, റൈഡിങ് കമ്പാനിയൻ ബാക്ക് ഓൺ ട്രാക്ക്. ഈ ട്രിവാൻഡ്രത്തെ മിക്ക റോഡിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇവർ ഈ സ്മാർട്ട് സിറ്റിയുടെ പേരും പറഞ്ഞ് കുറേ റോഡ് കുഴിച്ചിട്ട് ഇവർ ഈ മാൻ ഹോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുണ്ടോ, ഫുള്ള് പൊക്കി അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ടോ, അപ്പോൾ നമ്മൾ ഈ അറിഞ്ഞൂടെ ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ അറിയാതെങ്കിലും കയറി ഇടിച്ച തീർന്നു. വൺ ആൻഡ് ഓൺലി മാനവീയം വീതി. ഓ മാൻ, ഞാൻ പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിലുണ്ടായിരുന്ന ആ ഗ്രില്ല് ഇളക്കി മാറ്റി കേട്ടോ. അതിനുശേഷം നല്ല പ്രകാശമുണ്ട്. അത് ആ സ്റ്റീലും കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് പെയിൻറ്റ് ഇളകുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും എല്ലാം ഒന്ന് ഇളക്കി മാറ്റാൻ തുടച്ച് വെക്കാമെന്ന് കരുതി ഹെഡ്ലൈറ്റ്. അതിനുശേഷം പക്ക വെട്ടം കണ്ട എല്ലാവരും LED ഇട്ട് അടിച്ചങ്ങ് കണ്ണിലടിച്ച് കയറിയ. അതും മിക്കതും ചില കാറുകളെ ഫോഗ് ലാമ്പാണ് കേട്ടോ, ചിലത് അടിച്ചങ്ങ് ഇട്ട് തരും ഫോഗ് ലാമ്പ് ഉള്ളവർ. ഇപ്പം നാളെ വാഗമൺ പോകുമ്പോൾ അറിയാം എന്താണ് റോഡിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ. ഞാൻ ജൂലൈയിൽ എന്താ പോയിരുന്നപ്പം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, മഴയും കോടയും. ഇപ്പം നാളെ പോകുമ്പോൾ അറിയാം, ബൈക്കിലും കൂടെ ആയതുകൊണ്ട് എക്സ്പൾസ് ഉള്ളവർക്ക് അറിയാമല്ലോ, വെട്ടമെന്ന് പറഞ്ഞ സാധനമില്ല. ഹൈ ബീമൊക്കെ അടിച്ച തെങ്ങിൻ്റെ മണ്ടയിലാണ് അത് കയറി പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് 2 പേരുടെ സൈഡിൽ നിന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ 25-ാം തീയതി കൂടെ ആയതുകൊണ്ട്, ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് കരോളൊക്കെ എല്ലായിടത്തും കാണും, അതുകൊണ്ട് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന കാര്യത്തിൽ. ബ്രോ ഞാൻ സത്യം പറഞ്ഞ പേടിയാണ് ഇവിടുത്തെ റോഡിൽ കൂടെ വോട്ട് ചെയ്യാൻ. എൻ്റെ പൊന്നോ, അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇല്ലാതെ ഏവനെങ്കിലൊക്കെ കൊണ്ട് കയറി തരും. എൻ്റെ പൊന്നടാ, ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അവരൊക്കെ ലൈറ്റ് പോലും ഇടാതെയാണ് ഈ കിടന്ന് സർക്കസ് കാണിക്കുന്നത്. എനിക്ക് ഇവനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞ ഏക കാര്യം ഇവൻ്റെ ഫ്ലാഷർ ഉള്ളതുകൊണ്ടാണ്. അതാകുമ്പോൾ ദൂരെ നിന്നാൽ അറിയാൻ പറ്റും ഇത് ഇവനാണെന്ന്. എൻ്റെ പൊന്നടാവേ, ഈ വണ്ടിയും വെച്ച് ആന ഉത്സവത്തിന് വരുമ്പോഴാണ് ഞാൻ ഈ ഇതിട്ട് ഓട്ടിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അവന് വെയിറ്റ് ഇല്ല, അവൻ്റെ വണ്ടിക്ക് വലിയ വെയിറ്റ് ഇല്ല. സോ പുള്ളിക്ക് ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോവാം എങ്ങനെയാണോ. പക്ഷെ ഇതങ്ങനെ അല്ലല്ലോ.
ഇത് നമ്മൾ മറ്റേ ഉത്സവത്തിന് ആനയെ കൊണ്ടുപോകും പോലെയാണ് ഇത്. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തിനാണ് ഈ ഫോഗ് ലാമ്പൊക്കെ അഴിച്ചു മാറ്റാൻ പറയണമെന്ന് എനിക്ക് മനസ്സിലാണല്ലോ. ഇത്ര ഇറക്കുന്നതനുസരിച്ച് നല്ല ആൾക്കാർക്ക് നല്ല വിസിബിലിറ്റി ഉള്ള നല്ല സ്ട്രീറ്റ് ലൈറ്റ്സ് എന്തെങ്കിലും വയ്ക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ അത് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത് വയ്ക്കുന്നവരോടുള്ള അഭിപ്രായം ചോദിക്കും, നിങ്ങൾ എന്തിനാണ്, എല്ലാവർക്കും അറിയാം ഫോഗ് ലാമ്പ് എന്തിനാണ്, പക്ഷേ നിങ്ങൾ എന്ത് ഘട്ടത്തിലാണ് ഏത് ഘട്ടത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് അവരോട് ചോദിച്ച് അവരൊരു ഫീഡ്ബാക്ക് അന്വേഷിക്കണം. ആറ്റിങ്ങിൽ എത്തിയുള്ളൂ കേട്ടോ, ഭയങ്കര ശോകം. ഓ മാൻ, ഹാർലി ഫോഗ് ലാമ്പ് മര്യാദയ്ക്ക് വെച്ചാൽ മതിയായിരുന്നു. ആകെ അവനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആ എക്സ്പ്ലാഷർ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ദൂരെ നിന്നാൽ. അല്ലാത്ത പക്ഷേ പെട്ടുപോകും ഞാൻ. ഇതുപോലുള്ള LED ലൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കാഴ്ച വിസിബിലിറ്റി കിട്ടും രാത്രി. എന്നാൽ സർക്കാർ ആദ്യം ഇവിടെയൊക്കെ പിന്നെ കുഴപ്പമില്ല, അതെനിക്ക് ഹൈമാസ്കിൻ്റെ പവറും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും വെട്ടമുള്ളത്. ഗവൺമെൻറ് ആദ്യം ഇതൊക്കെ ചെയ്തിട്ട് വേണം ഈ ഫോഗ് ലാമ്പ് വയ്ക്കുന്നവരൊക്കെ മറ്റേ എക്സ്ട്രാ ഫിറ്റിങ്സ് ലൈറ്റ് വയ്ക്കുന്നവരെ ഊരിപ്പിക്കുന്നതും അതും ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ ചാടിക്കയറി ആൾക്കാർ എന്ത് പർപ്പസിനാണ് അത് യൂസ് ചെയ്യുന്നത് അതൊന്നും അവർക്ക് ചോദിക്കാനൊന്നും വയ്യ. ആ ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞ പുള്ളി ഒടുക്കത്തെ വണ്ടിപ്രാന്തനാണ്. എന്നിട്ട് അങ്ങേരെന്തിനാണ് ഇത് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളെ RE ക്ലബ്ബ് ഉണ്ട് ട്രിവാൻഡ്രത്തിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് ഇടയ്ക്ക് വന്ന ഫോട്ടോ പുള്ളിയുടെ ഗണേഷ് കുമാറിൻ്റെ 2017 എന്തോ ഉള്ളൊരു ഫോട്ടോ. പുള്ളി ഫ്രണ്ട് ബമ്പറിൽ കുറേ ഓക്സിലറി ലൈറ്റ് വെച്ചിട്ടുള്ള ഫോട്ടോ. ആ സമയത്ത് പുള്ളി ഈ ഒരു റൂൾ ഇറക്കിയ സമയത്ത് ഒരുപാടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു പർപ്പസ് ഉണ്ടായിട്ടല്ല അത് വച്ചത്, അല്ലാതെ വയ്ക്കത്തില്ലല്ലോ. കാരണം നമ്മുടെ റോഡ് അങ്ങനെയാണ്, എവിടെ കുഴി എവിടെ എന്താണെന്ന് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലാണ് റോഡുള്ളത്. മണി 6:55 ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു 8-8:30 നമ്മൾ എത്തും പത്തനംതിട്ട. നമ്മൾ പത്തനംതിട്ട കോന്നിയാണ് കേട്ടോ പോകുന്നത്, അതാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ. ഇപ്പോഴേ നല്ല തണുപ്പുണ്ട് കോപ്പ്. നമ്മളങ്ങനെ പപ്പാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പമ്പിൽ കയറി റെസ്റ്റ് എടുക്കാന്ന് കരുതി. എങ്ങനെയുണ്ട് റോഡ്? വളരെ മോശം റോഡ്. അതെ അതെ, കണ്ണും അടിച്ചു പോയി. മൈ ഗോഡ്, അത് ഭയങ്കര സഡൻ ആയിപ്പോയി കേട്ടോ, അത് അൺഎക്സ്പെക്റ്റഡ്. ഓട്ടോക്കാരെ പമ്പിൽ കയറുന്നതെന്ന് പറഞ്ഞാണ് ഈ പുള്ളി ലെഫ്റ്റിലോട്ട് കയറ്റുന്നത്. കോപ്പ് ഇവിടെ നല്ലൊരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. എൻ്റെ പൊന്നടാ, പാലമുക്ക് നമ്മുടെ പയ്യൻ എന്തോ പോന്നു. എന്താ പൊന്നടാവേ, കണ്ണടിച്ച് പോകുന്ന രീതിയിലുള്ള ഹൈറ്റ്. ഇവിടെ എന്താ ഇല്ല പോവാം, സമയം കളയണ്ട. എത്രയാണ് മണി? 7:57. നമ്മൾ 8:30 എത്തുമെന്നല്ലേ പറഞ്ഞേ? 8:30 എത്തുമെന്നല്ലേ പറഞ്ഞേ? എന്തിന് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അയ്യപ്പോ ക്രൂസ് ചെയ്ത് പോടെ, നല്ല റോഡ്. നല്ല ക്രൂസിങ്. ഇവന്മാരെ കാണുമ്പോൾ തന്നെ പേടിയാണ്, എവിടെ നിന്നൊക്കെ എടുത്ത് ചാടുന്നൊരു പിടുത്തമില്ല. ഇനി ഒരു 20 മിനിറ്റ് യാത്രയും കൂടെ ഉള്ളൂ, നമ്മൾ എത്താറായ ഡെസ്റ്റിനേഷൻ. ഞങ്ങൾ കരുതി ഇനി നല്ലൊരു റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ കഴിക്കാമെന്ന് കരുതി. സംഭവം എന്താണെന്നറിയുമോ, ഇവിടുത്തെ റോഡെന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിടെ എങ്ങനെ ഒരു പിടുത്തവും ഇല്ല. ഭയങ്കര പാടാണ് ഓട്ടിക്കാനായിട്ടൊക്കെ. ഹമ്പൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പലയിടത്തും കിടക്കുന്നത്. റിഫ്ലക്റ്റേഴ്സ് ഇല്ല,
ഓട്ടിക്കാൻ പാടാണ്. നമ്മൾ ഒരു ഡയറക്ഷൻ ചുമ്മാ അങ്ങ് നമ്മൾ ഒരു ദിശയിലേക്ക് അങ്ങനെ ഓട്ടിക്കുക. നമുക്ക് നടുക്കുന്ന ഒരു റിഫ്ലക്ടറും ഇല്ല. നമ്മൾ എങ്ങനെ ഈ അവനെ നിർത്തിയിട്ട് എല്ലാം അങ്ങ് അടിച്ച് അണ്ണാക്കിലടിച്ച് അതെ അത് കറക്റ്റ് കിട്ടി. ഞാനതാ പറഞ്ഞു, നമ്മളിങ്ങനെ ഡയറക്ഷൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു വളവായിരിക്കും, പക്ഷെ അവിടെ ഒരു റിഫ്ലക്ടർ ഒന്നുമില്ല. നമ്മളങ്ങനെ പത്തനാപുരം എത്തിയിരിക്കുകയാണ് ഗുയിസ്. ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു ആശ്വാസം ഉള്ളതുപോലെ. ആ കുറ്റിക്കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വന്നപ്പോൾ നോ വേർഡ്സ്. ഷവർമയാ എന്നാടിക്കാം. ഷവർമയൊക്കെ അടിച്ചിട്ട് വരാം ഗൈസ്. നമ്മളങ്ങനെ പത്തനാപുരത്ത് നിന്ന് ഷവർമയൊക്കെ അടിച്ചിട്ട് യാത്ര തുടരുകയാണ് ഗൈസ്. എൻ്റെ മോനെ കിട്ടില്ല റോഡ്. I think something wrong here. എന്താ പറ്റിയേ? ഓ ബാലൻസ് തെറ്റിയ വല്ലതും മുറിഞ്ഞോ? അല്ല വേറെ വിഷയമൊന്നുമില്ല. ഇല്ല കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല, സത്യം പറഞ്ഞു. BP വല്ലതും കുറഞ്ഞാണോ? എന്താ കണ്ണാടി ഫോണൊക്കെ തറയിൽ കിടന്നു. മാറ്റ് അല്ലെ 2 മിനിറ്റ് 2 മിനിറ്റ് നിന്നിട്ട് പോകുന്നതാണ് നല്ലത്. കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? അതെ പിന്നെ ഞാൻ എനിക്ക് അമ്മ കണ്ടർത്ഥം കണ്ടുപിടിച്ചിട്ട് ഓടിക്കുന്നേ പറയരുതോ? അത് പറയുന്ന കേക്ക്. ഇപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ആക്സിഡന്റ്. അത് ഈ ഏരിയ ആണോ? തൊട്ട് ഒരു 1/2 കിലോമീറ്റർ മറ്റേ കാർ ഇടിച്ച് ഇന്നലെ അവിടെ തന്നെ വീണ്ടും ഇടിച്ച്. ഞാൻ പറഞ്ഞത് ആക്സിഡന്റ് എപ്പോഴും ഉണ്ടാവാം. എവിടെ ഓടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഉണ്ട് നമ്മള് നമുക്ക് പറയാനേ പറ്റും. എന്താന്ന് വെച്ചാൽ ചെയ്യും. അവിടുന്ന് എടുത്തപ്പം കണ്ടോ മറിഞ്ഞിട്ട് വേണോ? ഞാൻ ഹാൻഡിൽ അല്ല നമ്മള് പറഞ്ഞ അത് നമ്മളൊരു ആക്സിഡന്റ് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഓക്കെ ശരി എന്നാ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. അതെ അതെ വേണം നമ്മൾ വീട്ടിൽ കൊണ്ടുവിടാം. വേണേ വീട്ടിൽ കൊണ്ടുവിടാം. എന്നിട്ട് പുള്ളിക്ക് വയ്യ. ക്രിസ്മസ് ഒക്കെ ഇല്ലയോ? അതെ ബെസ്റ്റ്. ഏതെങ്കിലും പാവം പിടിച്ചവനെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാലേ ഇയാൾക്ക് കുഴപ്പമില്ല. അപ്പൊ ശരി. ഞാനിപ്പോൾ പാസ് ചെയ്ത് പോയത് അന്ന് നടന്ന ആക്സിഡന്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. കുറേ സൈൻ ബോർഡ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ നമ്മളിപ്പോൾ ഹൈവേന്ന് കട്ട് ചെയ്ത് ഏതോ ഒരു റോഡിൽ കയറി. ഓക്കെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നു. ലൈറ്റൊക്കെ കാണുന്നുണ്ട്. ഇത് തന്നെ അല്ല ഇതല്ലേ, ഇതാണോ? ഇത് തന്നെ. The next day. അങ്ങനെ നമ്മൾ വാഗമൺ പോകാൻ പോവുകയാണ്. ഇനിയൊരു 2 മണിക്കൂർ യാത്രയുണ്ട് വാഗമണിലോട്ട്. ലെറ്റ്സ് ഗോ ബോയ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് പോവാൻ.
എന്ത് ഏ ഓ ഇവിടെയാണ് മറ്റേ ആക്സിഡന്റ് നടന്നത് ഗൈസ്. SNDPയുടെ അവിടെ ആയിട്ട്. ഇതാണ് ഇന്നലെ രാത്രി പറഞ്ഞ സ്പോട്ട്. റോഡ് ഒരു രക്ഷയില്ല ബായ്, എൻ്റെ മോനെ. ശബരിമല 71. ഞാൻ ആക്ച്വലി ലാസ്റ്റ് വാഗമൺ വന്നതെന്ന് വെച്ചാൽ ഈ മാസം ജൂൺ മാസത്തിലായിരുന്നു. അപ്പോൾ കാറിലാണ് വന്നത് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ കാർ കഴിയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഈ റോഡിൻ്റെ ശരിക്കുള്ള ആ ഒരു വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ബൈക്കിൽ വന്നപ്പോൾ ശരിക്കും പറയാം എൻ്റെ പൊന്നു ഒന്നും പറയാമല്ല, കിട്ടില്ല റോഡ്. തണുപ്പും കൂടെ ആയതുകൊണ്ട് മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് പോലെ ഉള്ള ഒരു തോന്നലുണ്ട്. ഈ യൂട്ടിലിറ്റി ഡക്റ്റ് എന്ന് പറയുന്ന സാധനം പൈപ്പ് ലൈൻ ഇല്ലേ, പൈപ്പ് ലൈനിൻ്റെ ആ ഒരു ടണൽ പോലെയാണ്. അപ്പോൾ എന്തെങ്കിലും പൈപ്പ് എവിടെയെങ്കിലുമൊക്കെ പൊട്ടുകയാണെങ്കിൽ ആ ഒരു അങ്ങനെ എന്തോ ഒരു സെക്ഷൻ നോക്കി ഇറങ്ങി അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അത് ഭയങ്കര നല്ലൊരു ഐഡിയ തന്നെയാണ് ശരിക്കും പറയാം. നമ്മളവിടെ ബ്രോ പട്ടിസാർ ഇങ്ങനെ നിന്നിട്ട് അടുത്തെത്തിയപ്പോൾ ഒരു ചാട്ടം. ഇത് മിക്ക സ്ഥലത്തും ഉണ്ട് കേട്ടോ. ആക്ച്വലി നല്ലൊരു കാര്യം തന്നെ സത്യം പറയാം. നമ്മുടെ ട്രിവാൻഡ്രത്തെ അങ്ങനെ ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ മോനെ സീൻ. ഓ പൊളി. എന്താ ഫോട്ടോ എടുക്കാനാ? എന്ത് റോഡേ, ഒരു രക്ഷയില്ല. മണിമല 8 കിലോമീറ്റർ ഉള്ളു. എൻ്റെ മോനെ കൊടും വളവ് ഗൈസ്, കൊടും വളവും ബസ്സൊക്കെ കയറിയാ വരുന്നത്. അവർക്ക് പോകാൻ സ്പേസ് ഇല്ല. സോ അങ്ങനെ ചെയ്താലല്ലേ പറ്റുള്ളൂ. ഇവിടെയൊക്കെ നിറച്ച് പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പത്തനംതിട്ട ഒരു കല്യാണത്തിന് വന്നതാണെന്ന്. ഈ സമയത്ത് കല്യാണത്തിന് പോവുകയാണെങ്കിൽ കല്യാണം കോട്ടയത്ത് വെച്ചു. അപ്പോൾ 7:30 അവിടെ നിന്ന് ബസ്സുണ്ട് പത്തനംതിട്ടയിൽ നിന്നല്ല, നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന്. ഞങ്ങൾ പിന്നെ അതിന് പോവാതെയാണ് ഇപ്പോൾ വാഗമൺ പോയിട്ട് തിരിച്ച് വൈകിട്ട് വീണ്ടും വന്ന് അവരെ കണ്ടിട്ട് പോകാന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത്. എനിക്കത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കാറിൽ നിന്നപ്പോൾ എവിടെയോ നിർത്തിയതുപോലെ ഒരു ഫീലുണ്ട്. ഇത് കഴിഞ്ഞൊരു ബ്രിഡ്ജാണെന്നാണ് തോന്നണത്. കടവല്ലം കടവ് എന്താ ബ്രിഡ്ജാണ്. നമ്മളങ്ങനെ ഈരാറ്റുപേട്ട എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഹെൽമെറ്റും വെയിറ്റ് ഉണ്ട്, ക്യാമറയും കൂടെ വെച്ചപ്പോൾ കരുത്ത് ഒരു പരിവായി. വാഗമൺ 24 കിലോമീറ്റർ. ഓ തണുപ്പുണ്ട് കേട്ടോ. നാർക്കോസ് ടാസ്ക് ആണ് ഓവർടേക്ക് ചെയ്യാനായിട്ട്. വെയിറ്റ് ഫോർ ദി പെർഫെക്റ്റ് ടൈം എന്നാണല്ലോ. ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ്. എൻ്റെ മോനെ ഇത് ഇടിഞ്ഞതാണോ? വാഗമൺ അടുക്കും തോറും തണുപ്പ് കൂടി വന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതീക്ഷകൾ അതിരി വിട്ടു. എന്നാൽ വാഗമൺ എത്തിയപ്പോൾ ഇത് വേനൽക്കാലമാണോ എന്നുള്ള രീതിക്കുള്ള കൊടും ചൂടായിരുന്നു ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. കൂടാതെ ക്രിസ്മസ് വെക്കേഷന്റെ തിരക്ക്. അവിടെ കുറച്ചേരം ഫോട്ടോ എടുക്കാൻ തന്നെ ഒടുക്കത്തെ വെയില് കോപ്പ്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അവിടെ തന്നെ വെയില്. എൻ്റെ
എവിടെ ആരറിയാൻ? ഒടുക്കത്തെ തിരക്ക്. Bro is not enjoying the view. Pathetic. ഇടയ്ക്കിടയ്ക്കുള്ള തണുപ്പേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ല കിടിലം വെയിൽ, ഒന്നും പറയില്ല. അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾ കുരിശുമലയിലേക്കുള്ള വഴിയിലേക്ക് വണ്ടി തിരിച്ചു വിട്ടു. കുരിശുമല വ്യൂ പോയിന്റിനെ പറ്റി അനേകം കേട്ടിട്ടുണ്ടെങ്കിലും കൊടും വെയിലായതിനാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറിയില്ല. പകരം കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് എത്തുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടമുണ്ട്. കഴിഞ്ഞ ജൂണിൽ അവിടേക്ക് വന്നപ്പോൾ കൊടും മഴയും കോടയും ഉള്ളതിനാൽ ആ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയായിരുന്നു. എന്നാൽ ഇത്തവണ കാലാവസ്ഥ ഞങ്ങൾ ചതിച്ചെന്ന് വേണം പറയാൻ. എൻ്റെ മോനെ വിഷയം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താറായി എന്നാണ് തോന്നുന്നത്. ഇതാണ് സ്പോട്ട്, ഇതാണ് ആ സ്പോട്ട്. നമ്മൾ ആ എർട്ടിക എവിടെയാണ് ഇട്ട് കുളിപ്പിച്ചോണ്ടേക്കായിരുന്നത്. പക്ഷെ ആ സമയത്ത് മഴയും കോടയൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പോൾ കുരിശുമലയിൽ നിന്ന് ഇറങ്ങി. ആക്ച്വലി നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ആക്ച്വലി ക്ലൈമറ്റ് വെറും ഷോക്കായിപ്പോയി. ഭയങ്കര ചൂടും എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം കോടയുണ്ട്, ഈ പൊന്മുടിയിലൊക്കെ വരുന്ന പോലെ. എനിക്കുള്ള ആകെ പ്രതീക്ഷ പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. അവിടെ ഇനി എപ്പോഴെങ്കിലൊക്കെ കോട വന്നാൽ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. ഇതിപ്പോൾ വെറുതെ വന്നതുപോലെ ആയിപ്പോയല്ലോ. ഷിറ്റ്. അതിൻ്റെ ഇടയിൽ കയറി വയ്യടേ. ബെസ്റ്റ് ബ്രോ ചതിച്ചെന്നെ. ബൈ ബൈ. ഇതെന്താ ഇത്രയും തിരക്ക് ബ്രോ? വാട്ട് ദ ഫക്ക് ഈസ് ഹാപ്പനിങ്? അവിടെ കിടന്നിരുന്നെങ്കിൽ അവിടെ തന്നെ കിടന്നേനെ. എൻ്റെ മോനെ, ഈ വണ്ടിയൊക്കെ നേരത്തെ പാസ് ചെയ്തു പോയ വണ്ടി. സിംഗം ഹോളിഡേയ്സ് അല്ലേ? അവിടെ ഒരു ബസ് ബ്ലോക്ക് ആയിരിക്കുക ഗൈസ്. ഇറ്റ്സ് എ Z1. ഓക്കെ, ഇപ്പോൾ ശരി. ആ വണ്ടി മാറ്റിയാലേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ എല്ലാവരും കൊയിട്ടായിട്ടായിരുന്നു, ഹോണൊന്നും അടിക്കാതെ. ഇറ്റ്സ് നൈസ്. ഞാനൊക്കെ ഒരിക്കൽ ജമ്മുവിൽ പോയപ്പോൾ തന്നെ മതിയേ, ഹോണടിയോട് ഹോണടി. അടച്ചോനെ, ഒടുക്കത്തെ ബ്ലോക്കാണല്ലോ. എടുത്തോട്ട്. പൊള്ളുന്ന വെയിലിൽ നിന്നും അല്പനേരം മുക്തി, അതായിരുന്നു പൈൻ വാലി ഞങ്ങൾക്ക് സമർപ്പിച്ചത്. അങ്ങനെ പൈൻ വാലി കണ്ടു തീർത്ത് ഞങ്ങളുടെ അടുത്ത യാത്രയായ പരുന്തുംപാറയിലേക്കായിരുന്നു ഡെസ്റ്റിനേഷൻ. പക്ഷെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ വീണ്ടും വാഗമണിൽ നിന്ന് ഏകദേശം പരുന്തുംപാറയിലേക്ക് 1 മണിക്കൂർ യാത്രയുണ്ട്. എന്നാൽ അന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തണം. അങ്ങനെ മൊത്തം 5 മണിക്കൂർ യാത്രയുണ്ട്. സോ സമയം ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ പരുന്തുംപാറയിലേക്കുള്ള യാത്ര ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. ഡിസംബർ ആയതുകൊണ്ട് ക്ലൈമറ്റ് നന്നായിരിക്കും എന്ന് പറയാൻ വന്നതാ കോപ്പ്. ഇതിപ്പോൾ പൊന്മുടിയിലുള്ള പോലത്തെ അവസ്ഥയായിപ്പോയി. ഇടയ്ക്ക് കോട വരും, ഇടയ്ക്ക് കോട വരില്ല. സബാഷ്. ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ ഏതോ മറ്റേ തമിഴ്നാട്ടിലുള്ള ഉൾഗ്രാമങ്ങളിലൊക്കെ ചെന്നപ്പോൾ ഉള്ള ഒരു ഫീൽ പോലെ. ഫ്രെയിംസൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ്. എൻ്റെ മോനെ കിടില. രക്ഷയില്ലാത്ത വ്യൂ. ഇവിടെയൊക്കെ നിറച്ച് ഈ പശുശല്യം ഉണ്ട് കേട്ടോ. സീൻ. എൻ്റെ മോനെ, അത് വിഷയം ഫ്രെയിം.
ബ്രോ, $1 million frame. എൻ്റെ മോനെ. ഷോടാ സെറ്റ് വ്യൂ. ഓ ഇതോ കുറെ വണ്ടികൾ പോകുന്നു. ഇത് ശരി നമ്മൾ ചുരം കയറുന്നതാണോ ഇറങ്ങുന്നതാണോ? ഓ നമ്മൾ കയറുന്നതാണ് കേട്ടോ. കുറേ കഴിക്കാനാ കയറാം. നമ്മളപ്പോൾ ഇവിടെ ഒന്ന് കഴിക്കാൻ കയറാമെന്ന് കരുതി. നമ്മുടെ പരുന്തുംപാറ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം നമുക്കിനി തിരിച്ച് പത്തനംതിട്ട പോകേണ്ടി വരും. അത് ഏകദേശം ഇനി ഒരു 2 മണിക്കൂർ യാത്രയുണ്ട്. പരുന്തുംപാറ ഇനിയും 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് എത്തത്തില്ല തിരിച്ചങ്ങോട്ടൊക്കെ. അതുകൊണ്ട് ഞങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം തന്നെ അതീവ മനോഹരമായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ തേയില കൃഷികളും കോട നിറഞ്ഞ മലനിരകളും അങ്ങനെയെല്ലാം ഞങ്ങളെ ഏറെ സന്തോഷിപ്പിച്ചു. എൻ്റെ മോനെ എന്താ ബ്യൂട്ടി, എന്താ ബ്യൂട്ടി. നമുക്കിനി ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ടേ പത്തനംതിട്ടയിലോട്ട് തിരിച്ച് പോകാനായിട്ട്. അല്ല അത് KSRTC ഒന്നുകൊണ്ട് ബ്ലോക്ക്. എൻ്റെ പൊന്നടാ, അതിൻ്റെ ഇടയിൽ എങ്ങനെ തെത്തത്തെ കളിച്ച് പോവും. കഷ്ടം തന്നെ. A few moments later. ഗൈസ് പെട്ടുപോയി. ഓവർടേക്ക് ചെയ്തതെന്ന് വെച്ചാൽ റിസ്ക്കാണ്. ഈ റോഡ് വലിയ വീതിയില്ല. അപ്പോൾ റോങ് കയറി പോയാൽ പിന്നെ അവിടെ നിന്നും ബ്ലോക്കാവും ഇവിടെ നിന്നും ബ്ലോക്കാവും. സീന കണ്ടോ, എന്താ ചെയ്യുക. ഇവിടത്തെ ബ്ലോക്കാണ് ഇത്രയും സീനാക്കുന്നത്. ബെസ്റ്റ്. വാഗമൺ ഇറങ്ങുകയാണ് ഗുയ്സ്. വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ആ കല്യാണത്തിന് പോയി വായി നോക്കാൻ അങ്ങനെയും ചെയ്യായിരുന്നു ആ നേരം കൊണ്ട്. കോപ്പ് ക്ലൈമറ്റും കൊള്ളത്തില്ല. ഷിറ്റ്.
ഈ പേരിന് ബൈക്ക് റൈഡ് എവിടം വരെ പോയി? വാഗമൺ വരെ പോയി. ആ അടിപൊളി റൈഡേഴ്സ് ആണല്ലോ നിങ്ങൾ എന്ന് വേണമെങ്കിൽ ഗമയ്ക്ക് പറയാം. അല്ലാതെ വാഗമണിൽ പോയിട്ട് ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? വെയിലാണ്. ഓക്കെ, വെയിൽ കൊള്ളാൻ തിരുവനന്തപുരത്ത് നിന്ന് വാഗമൺ വരെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇഷ്ടംപോലെ ബീച്ചസ് ഇല്ലേ? എനിക്ക് തേർഡ് ഗിയർ വീഴാൻ ഭയങ്കര പാടാണ്. ചെയിൻ സ്പ്രോക്കറ്റ് മാറാൻ സമയമായിരിക്കണം കിടാങ്ങളെ. പൊന്നു ചേട്ടാ കയറി പൊക്കോ. ഓ ബൈ. Share the beauty. ബ്രേക്ക് ഒന്നും നിൽക്കണില്ല. സൈക്ലിംഗ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ വന്നു. ചന്തിയെല്ലാം പോച്ച്. കോട വരുന്നുണ്ട് കേട്ടോ രാത്രി. എന്നല്ലേ വാ. പിന്നെ അടുത്ത പ്രാവശ്യം കാണാം. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി വന്നത്. കാരണം കല്യാണം എന്ന് പറഞ്ഞ് വന്നിട്ട് കല്യാണത്തിന് പോയില്ല, നേരെ വാഗമൺ. വാഗമണിൽ പോയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? അതുമില്ല. 1 മണിക്കൂർ എത്രയോ മിനിറ്റ് ഉണ്ട്. ഞാനാണെങ്കിൽ നല്ല ടയേർഡായി സത്യം പറയാം. എനിക്കാണെങ്കിൽ ഇതിൻ്റെ സീറ്റ് ഒട്ടും കംഫർട്ടല്ല. വിശപ്പൊന്നുമില്ല. സംഭവം ഉറങ്ങിയപ്പോൾ വെളുപ്പിനെ 2 മണിയൊക്കെ ആയി. പിന്നെ അതൊന്ന് പിന്നെ എന്താ പറയുക, ഈ വണ്ടിയുടെ സീറ്റിൻ്റെ സ്റ്റോക്ക് തന്നെ ഒരു സുഖമില്ല. ഇവന്മാർ ഈ ക്രൂസർ എന്നൊക്കെ പറഞ്ഞ് അടിച്ച് തള്ളിയിട്ട്. സോ അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ പത്തനംതിട്ടയിലൊക്കെ ഇറങ്ങി എല്ലാവരെയും കണ്ടു. ഇപ്പോൾ സമയം വന്നിട്ട് 10:47. ട്രിവാൻഡ്രത്ത് എത്താൻ എങ്ങനെ ആയാലും ഒരു 2 മണിക്കൂർ യാത്രയുണ്ട്. സോ ഞങ്ങൾ പയ്യെ പോകത്തുള്ളൂ. എനിക്കിനി ഫ്യൂല് ഫുൾ ചെയ്യണം. സോ അടുത്ത എപ്പോഴെങ്കിലും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.